Hi, welcome to Lash Class. BA സോഷ്യോളജി ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ റിസർച്ചിലെ തേർഡ് മൊഡ്യൂളിലെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. ഡാറ്റ കളക്ഷൻ മെത്തേഡ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ സെക്ഷനിൽ നമുക്ക് വരുന്നത്. നമ്മളിവിടെ നിങ്ങൾക്ക് നോട്ട്സായിട്ടൂടെ ഉപയോഗിക്കാൻ കഴിയാവുന്ന ഇതിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഡാറ്റ കളക്ഷൻ ചോയ്സ് നമ്മൾ പലതവണ പറയുകയുണ്ടായി. ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് പല രീതികളുണ്ടെന്നുള്ളത്. പ്രധാനമായിട്ടും സർവേ, ക്വസ്റ്റിനെയർ, ഇന്റർവ്യൂ തുടങ്ങിയിട്ടുള്ള രീതികളെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി അതിലേത് രീതിയിലുള്ള ഒരു മെത്തേഡാണ് സ്വീകരിക്കേണ്ടത് എന്നതിന് ഏതെല്ലാം കാര്യങ്ങൾ പരിഗണിക്കണം എന്നാണ് ആദ്യം പറയുന്നത്. അതാണ് നമ്മുടെ ഡാറ്റ കളക്ഷൻ ചോയ്സിനകത്ത് വരുന്നത്. നേച്ചർ ഓഫ് സ്റ്റഡി, ഗവേഷണ വിഷയത്തിനും വിവരം ശേഖരിക്കപ്പെടുന്ന വ്യക്തികൾക്കും അനുസൃതമായിട്ടുള്ള രീതിയായിരിക്കണം. അപ്പോൾ ഗവേഷണ വിഷയത്തിന് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഏത് രീതിയിലുള്ള വിവരങ്ങളാണ് ശേഖരിക്കുന്നത് എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത്. അത് ഒരുപക്ഷെ വ്യക്തികളുടെ ഓരോ പ്രിഫറൻസുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കാം. അപ്പോൾ അവർ ഏത് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അവർ സ്വകാര്യ ആശുപത്രികളെയാണോ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളെയാണോ, അല്ലെങ്കിൽ അവർ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയാണോ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയാണോ അവർ ആശ്രയിക്കുന്നത്, ആ രീതിയിലുള്ള അവരുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം. അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഒരു സാമ്പത്തിക നിലവാരം, വിദ്യാഭ്യാസ നിലവാരം, അവരുടെ ഒരു പ്രദേശത്തിലെ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ പല രീതിയിലുള്ള വിഷയങ്ങൾ നമുക്ക് ഗവേഷണത്തിനകത്ത് ഒരു സബ്ജക്റ്റായിട്ട് കടന്നു വരും. അപ്പോൾ നമ്മൾക്ക് ഗവേഷണ വിഷയത്തിന് ഏത് രീതിയിലുള്ള വിവരമാണ് ലഭിക്കേണ്ടത് എന്നതിനെ ആശ്രയിച്ചിട്ടാണ് നമ്മളിതിലെ ഏത് രീതിയിലാണ് ഡാറ്റ കളക്ട് ചെയ്യാനുള്ളത് തീരുമാനിക്കുക. അതുകൂടാതെ വ്യക്തികൾക്ക് അനുസൃതമായിട്ടുള്ള രീതിയായിരിക്കണം. നമുക്ക് ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റിനെയർ എന്ന് പറയുന്ന മെത്തേഡ് മെയിലിംഗ് വഴി, അല്ലെങ്കിൽ നമ്മൾക്കിന്ന് പരിചിതമായിട്ടുള്ള രീതിയാണ് ഗൂഗിൾ ഫോം എന്നുള്ളൊരു സങ്കല്പം. ഗൂഗിൾ ഫോമിലൂടെ ഒരു ചോദ്യാവലി തയ്യാറാക്കിയിട്ട് അത് ആളുകളിലേക്ക് അയച്ചു കൊടുത്തിട്ട് അങ്ങനെ വിവരങ്ങൾ ശേഖരിക്കുന്നത് നമ്മൾക്കിന്ന് പരിചിതമാണ്. അതുപോലെ തന്നെ ഇമെയിലിലൂടെയോ മറ്റോ ഒക്കെ ഇതുപോലെ ചോദ്യാവലികൾ തയ്യാറാക്കിക്കൊണ്ട് വിവരശേഖരണം നടത്താൻ വേണ്ടി പറ്റും. ഇതല്ലെങ്കിൽ ആളുകൾ നേരിട്ട് കണ്ടുകൊണ്ട് നമുക്ക് അവരിൽ നിന്ന് വിവരം ശേഖരിക്കാൻ വേണ്ടി സാധിക്കും. സർവേ തന്നെ നമുക്ക് ആ രീതിയിൽ നടത്താൻ വേണ്ടി സാധിക്കും. അതല്ല, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇന്റർവ്യൂ ആയിട്ടും ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇവിടെ പറയുന്നത് കുറച്ചുകൂടി സാങ്കേതികമായിട്ട് ഒരു പരിചിതമായിട്ടുള്ള വിഭാഗം ആളുകളിൽ നിന്നാണ്, ഉദാഹരണത്തിന് യുവാക്കളിൽ നിന്നാണ് നമ്മൾക്ക് വിവരങ്ങൾ ശേഖരിക്കാനുള്ളത്, അല്ലെങ്കിൽ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളിൽ നിന്നാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ഗൂഗിൾ ഫോമൊക്കെ അയച്ചു കൊടുത്തിട്ട് ആ ചോദ്യാവലിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി സാധിക്കും. എന്നാൽ ഒരുപക്ഷെ കുറച്ച് പ്രായമായിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ ഗ്രാമീണരായിട്ടുള്ള ആളുകളോ അങ്ങനെയൊക്കെയുള്ള ആളുകളിൽ നിന്നാണ് നമുക്ക് വിവരങ്ങൾ ശേഖരിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ ഒരു രീതിയിൽ നമുക്ക് കൃത്യമായിട്ട് വിവരം ശേഖരിക്കാൻ സാധിക്കണം എന്നില്ല. ആ രീതിയിൽ നമ്മൾ ആരിൽ നിന്നാണോ വിവരങ്ങൾ ശേഖരിക്കുന്നത് എന്നുള്ളതും, നമ്മൾ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് തരത്തിലുള്ള വിവരവുമാണ് ശേഖരിക്കുന്നത് എന്നുള്ളതുമാണ് ഈ ഡാറ്റ കളക്ഷന് ഏത് മെത്തേഡ് സ്വീകരിക്കുമെന്നതിൽ പ്രധാനമായിട്ട് വരുന്നൊരു ഘടകം. അടുത്തത് യൂണിറ്റ് ഓഫ് എൻക്വയറി. നമ്മൾ ഏത് യൂണിറ്റിൽ നിന്നാണ് വിവരം ശേഖരിക്കുന്നതെന്ന്. ഉദാഹരണത്തിന് അത് വ്യക്തികളിൽ നിന്നാകാം, അതല്ലെങ്കിൽ കുടുംബങ്ങളിൽ നിന്നാകാം, അല്ലെങ്കിൽ സമൂഹത്തിന്റെ പൊതുവിലുള്ള വിവരങ്ങളായിരിക്കും നമുക്ക് ശേഖരിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഈ കുറച്ച് വ്യക്തികളിൽ നിന്നോ അല്ലെങ്കിൽ കുറച്ച് കുടുംബങ്ങളിൽ നിന്നോ ഒക്കെയാണ് നമ്മൾക്ക് വിവരങ്ങൾ ശേഖരിക്കാനുള്ളതെന്നുണ്ടെങ്കിൽ നമുക്കത് നേരിട്ട് തന്നെ പോയിട്ട് അവരോട് ചോദിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്ന രീതി സ്വീകരിക്കാൻ വേണ്ടി സാധിക്കും. എന്നാൽ ഒരു സമൂഹത്തിന്റെ കുറച്ചുകൂടിയും വലിയ ഒരു ചിത്രമാണ് നമുക്ക് ലഭിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലായിടത്തും പോയിട്ട് ഇതുപോലെ നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കില്ല. ആ രീതിയിൽ നമ്മുടെ യൂണിറ്റ് ഓഫ് എൻക്വയറി ഏത് രീതിയിലുള്ള ഡാറ്റ കളക്ഷൻ മെത്തേഡാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതിനെ സ്വാധീനിക്കും. അടുത്ത് വരുന്നത് സൈസ് ആൻഡ് സ്പ്രെഡ് ഓഫ് സാമ്പിൾ ആണ്. നമ്മൾ പറയുകയുണ്ടായി സാമ്പിൾ സെലക്ഷനെ കുറിച്ചിട്ട് ഇതിന് മുൻപുള്ള മൊഡ്യൂളിനകത്ത്. അതായത് നമ്മൾ ഒരു വിഭാഗം ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന്റെ ചിത്രം ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ റാൻഡം ആയിട്ട് കുറച്ച് ആളുകളെ, ഒരു 100 പേരെ അല്ലെങ്കിൽ 1000 പേരെ ഒക്കെ നമ്മൾ വിവരം ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഒരു സാമ്പിൾ നമ്മൾ സെലക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന സാമ്പിൾ എത്ര അളവിലുള്ളതാണെന്നുള്ളത്, 100 പേരോ അല്ലെങ്കിൽ കുറച്ച് ആളുകളോ ഒക്കെ ആണെന്നെങ്കിൽ നമുക്ക് ഒരുപക്ഷെ നേരിട്ട് അവരെ കണ്ടുവരെ ശേഖരിക്കാൻ സാധിക്കും. എന്നാൽ 1000 പേരോ 10000 പേരിൽ നിന്നൊക്കെയാണ് നമുക്ക് വിവരങ്ങൾ ശേഖരിക്കുക എന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ രീതി നമുക്ക് സാധിക്കില്ല. ആ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇമെയിൽ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഗൂഗിൾ ഫോം അയച്ചു കൊടുത്തിട്ടോ അങ്ങനെയുള്ള രീതിയിലൊക്കെ ക്വസ്റ്റിനെയറും സർവേയൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും നമുക്കിത് ചെയ്യാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ ഈ സാമ്പിളിന്റെ സൈസ് എത്രയാന്നുള്ളത് ഏത് മെത്തേഡിലാണ് നമ്മൾ വിവരം ശേഖരിക്കുക എന്നുള്ളതിനെ സ്വാധീനിക്കും. എഡ്യൂക്കേഷണൽ ലെവൽ ഓഫ് റെസ്പോണ്ടൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ആരിൽ നിന്ന് വിവരം ശേഖരിക്കുന്നു എന്നുള്ളത് ഒരു ഘടകമാണ് എന്ന് പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചത് തന്നെയാണ്.
വിവരങ്ങൾ നൽകുന്നവരുടെ വിദ്യാഭ്യാസ നിലവാരം പരിഗണിക്കണം. അതായത് നമുക്ക് ഗൂഗിൾ ഫോം വഴിയോ അല്ലെങ്കിൽ ഈ ഇമെയിൽ വഴിയോ ഒക്കെ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുന്ന സാങ്കേതിക പരിജ്ഞാനമുള്ള ആളുകൾ, അങ്ങനെ വിദ്യാഭ്യാസമുള്ള ആളുകളാണെങ്കിൽ അവർ ആ ഒരു സീരിയസ്നെസ്സോട് കൂടിയിട്ട് അതിനെ കൈകാര്യം ചെയ്തുകൊണ്ട് നമുക്ക് വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കും. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത്തരം സാങ്കേതിക വിദ്യാഭ്യാസം ഇല്ലാത്ത, അത് പരിചിതമല്ലാത്ത അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസം കുറഞ്ഞിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപക്ഷെ അവരെ നേരിട്ട് കണ്ട് വിവരങ്ങൾ ശേഖരിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ പരിഗണിക്കണം. ടൈപ്പ് ആൻഡ് ഡെപ്ത് ഓഫ് ഇൻഫർമേഷൻ. പിന്നെ ഏത് തരത്തിലുള്ള വിവരങ്ങളാണ് നമ്മൾക്ക് ശേഖരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് പൊതുവായിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് ലഭിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഈ നേരിട്ട് അവരെ കാണാതെ തന്നെ നമുക്ക് ഈ ചോദ്യാവലിയും മറ്റും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഇനി അതല്ല, നമുക്ക് അവരുടെ ഈ ഒരു ബിഹേവിയർ പാറ്റേണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, നമ്മൾ പറയുകയുണ്ടായല്ലോ, അവർ സമൂഹത്തിലെ പല കാര്യങ്ങളെ എങ്ങനെ നോക്കി കാണുന്നുള്ള അഭിപ്രായം, അത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ വേണ്ടി വരും. ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് നേരിട്ട് അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കേണ്ട രീതി സ്വീകരിക്കേണ്ടി വരും. അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്. സ്വാഭാവികമായിട്ടും നമ്മുടെ കയ്യിൽ ഏത് വിഭവങ്ങളാണ് ലഭ്യമായിട്ടുള്ളത് എന്നതുകൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അതായത് ഏത് മെത്തേഡ് സ്വീകരിക്കുന്നു എന്നതനുസരിച്ചിട്ട് നമ്മുടെ ചെലവിലും നമുക്ക് വേണ്ടി വരുന്ന സമയത്തിലും വ്യത്യാസം വരും. കൂടാതെ തന്നെ ഈ സർവേ മെത്തേഡ്, ഇന്റർവ്യൂ മെത്തേഡൊക്കെ ആണെങ്കിൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് തന്നെ എല്ലാം ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ ടീമിനകത്ത് എത്ര ആളുകളുണ്ട്, അതുപോലെ തന്നെ എത്ര ചെലവ് നമുക്ക് വഹിക്കാൻ വേണ്ടി സാധിക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടി പരിഗണിച്ചിട്ടാണ് നമ്മൾ ഏത് രീതിയിലുള്ള ഡാറ്റ കളക്ഷൻ മെത്തേഡാണ് എന്ന് തീരുമാനിക്കുക. ഇനി വിവിധ തരത്തിലുള്ള ഡാറ്റ കളക്ഷൻ മെത്തേഡുകളെ കുറിച്ചിട്ടാണ് നമുക്ക് നോക്കാനുള്ളത്. ആദ്യം ഒബ്സർവേഷൻ ആണ് നമുക്ക് വരുന്നത്. ഒബ്സർവേഷൻ എന്ന പദത്തിന്റെ അർത്ഥം നമുക്കറിയാം, നിരീക്ഷണം എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. ഒരു സാമൂഹിക പ്രതിഭാസത്തെയോ സാഹചര്യത്തെയോ അതിന്റെ സ്വാഭാവിക ചുറ്റുപാടിൽ വീക്ഷിച്ച് വിവരശേഖരണം നടത്തുന്നതാണ് നിരീക്ഷണം. നമുക്കറിയാം, നമ്മൾ കാര്യങ്ങൾ വീക്ഷിച്ചുകൊണ്ട് നോക്കി മനസ്സിലാക്കിക്കൊണ്ട് വിവരം ശേഖരിക്കുന്നതിനെയാണ് നമ്മൾ നിരീക്ഷണം അല്ലെങ്കിൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ആന്ത്രപ്പോളജിക്കൽ റിസർച്ചിനകത്തൊക്കെ ഇപ്പോൾ നമ്മൾ ഒരു ഗോത്ര വിഭാഗത്തിനകത്തുള്ള ആളുകളുടെ ജീവിതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ഈ ട്രൈബൽ ആചാരങ്ങളെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു റിസർച്ചാണ് നമ്മൾ നടത്തുന്നുണ്ടെങ്കിൽ ആ ഒരു ചടങ്ങ് നടക്കുന്ന സമയത്ത് നമ്മളത് നേരിട്ട് നോക്കി കണ്ടുകൊണ്ട് അത് വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ള രീതിയൊക്കെയാണ് ഈ ഒബ്സർവേഷൻ അല്ലെങ്കിൽ നിരീക്ഷണത്തിനകത്ത് വരുന്നത്. ഇത് ഒരേ സമയം മാനസികവും ശാരീരികവുമായ പ്രവൃത്തിയാണ്. നമുക്കറിയാം, നമ്മളത് വളരെ ശ്രദ്ധ വേണ്ട ഒരു സാഹചര്യമാണ്. നമ്മൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് ആ കാര്യങ്ങൾ നോക്കി അതിലെ വിവരങ്ങൾ കുറിച്ചെടുക്കണം. അതുകൂടാതെ തന്നെ നമ്മൾ നേരിട്ട് അവിടെ പോകണം എന്നുള്ള ഒരു കാര്യം കൂടി അതിനകത്ത് വരുന്നുണ്ട്. വീക്ഷിക്കുന്ന കാര്യങ്ങളിൽ വിവരശേഖരണത്തിന് പ്രാധാന്യമുള്ളവയിൽ ശ്രദ്ധ കൊടുക്കുന്നു. നമുക്കറിയാം, നമ്മളൊരു കാര്യം വീക്ഷിക്കുന്ന സമയത്ത് അവിടെ പല കാര്യങ്ങൾ ചുറ്റും നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മളൊരു ഗവേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു കാര്യം വീക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഏത് തരത്തിലുള്ള വിവരമാണ് അവിടെ നിന്ന് ലഭിക്കേണ്ടതെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായിരിക്കണം നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. സ്വാഭാവിക സാമൂഹിക സാഹചര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി ഈ ഒരു രീതിയുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നമ്മൾ ആളുകളിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നതിന് പകരം നമുക്കത് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. മറ്റൊരു കാര്യം വരുന്നത്, നമ്മളൊരു ഗവേഷണത്തിന്റെ ഭാഗമായിട്ട് ആളുകളിൽ നിന്ന് വിവരം ശേഖരിക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിനകത്തൊക്കെ പറഞ്ഞു പോയിട്ടുള്ള കാര്യമാണ്, ആളുകൾ പലപ്പോഴും സത്യം പറയണം എന്നില്ല. നമ്മൾ ഇതുപോലെ ഒരാളെ ഇന്റർവ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സർവേക്കൊക്കെ നമ്മൾ ആളുകളിൽ നിന്ന് വിവരം ശേഖരിക്കുന്ന സമയത്ത് ആളുകൾ ഒരുപക്ഷെ പല ഘടകങ്ങൾ കൊണ്ട് അവരുടെ ഒരു കമ്മ്യൂണിറ്റിയെ നന്നായി കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവർ നല്ലൊരാളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആളുകൾ പല രീതിയിൽ പറയുന്ന വിവരങ്ങൾ എല്ലാം കൃത്യമാകണം എന്നില്ല. അപ്പൊ നമ്മൾ നേരിട്ട് അത് കണ്ട് മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ആ വിവരം ലഭിക്കും എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു ഗുണമായിട്ട് വരുന്നത്. അടുത്തത് പ്ലാനിങ് ഒബ്സർവേഷൻ. അപ്പൊ നമ്മൾ ഒബ്സർവേഷൻ മെത്തേഡ് അല്ലെങ്കിൽ നിരീക്ഷണം രീതിയാണ് നമ്മൾ ഈ വിവരശേഖരണത്തിൽ തിരഞ്ഞെടുക്കുന്നത് എന്ന് തീരുമാനിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട പ്ലാനിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആദ്യം തന്നെ ഗവേഷണത്തിന് ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ നിരീക്ഷണമാണ് മാർഗമെന്ന് ഉറപ്പുവരുത്തുക. നമ്മൾ നേരത്തെ പറയുകയുണ്ടായി ഡാറ്റ കളക്ഷൻ ചോയ്സുമായി ബന്ധപ്പെട്ടിട്ട് ഏതെല്ലാം ഘടകങ്ങൾ പരിശോധിക്കണം എന്നുള്ളത്. അപ്പൊ അത്തരം ഘടകങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് നിരീക്ഷണമാണ്, ഒബ്സർവേഷൻ ആണ് ഇവിടെ അനുയോജ്യമായിട്ടുള്ള രീതി എന്നുള്ള കാര്യം ആദ്യം ഉറപ്പുവരുത്തുക. ഗവേഷണ ചോദ്യത്തിനനുസരിച്ച് ശേഖരിക്കേണ്ട വിവരങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഒബ്സർവേഷൻ ആണ് നമ്മുടെ മെത്തേഡ് എന്ന് തിരഞ്ഞെടുത്തതിനു ശേഷം നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ട് എന്തെല്ലാം വിവരങ്ങളാണ് നമ്മൾ ശേഖരിക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കുക.
അപ്പോൾ നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിക്കകത്തുള്ള ഒരു ചടങ്ങിനെ കുറിച്ചിട്ടാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപക്ഷെ പല ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. അതിനകത്ത് ഒരുപക്ഷെ ഈ എൽഡേഴ്സിന്റെ അല്ലെങ്കിൽ അവരുടെ ഈ മൂപ്പന്മാരുടെ ഒരു സ്ഥാനമായിരിക്കാം, അല്ലെങ്കിൽ അതിൽ സ്ത്രീ പുരുഷ പങ്കാളിത്തമായിരിക്കാം, അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്കും പഴയ തലമുറയ്ക്കും അതിനോടുള്ള ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസമുണ്ടോ, അങ്ങനെ പല ചോദ്യങ്ങൾ നമുക്ക് അതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ ചോദ്യം ഏതാണ് എന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഏത് വിവരങ്ങളാണ് അവിടെ ശേഖരിക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കേണ്ടി വരിക. നിരീക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന സാഹചര്യത്തെയോ സന്ദർഭത്തെയോ തീരുമാനിക്കുക. അപ്പോൾ നമ്മൾ നിരീക്ഷിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ വിവരങ്ങൾ ശേഖരിക്കണം എന്ന് കൂടി തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സന്ദർഭവും സാഹചര്യവും നമ്മൾ തീരുമാനിക്കുക. നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, സ്വാഭാവികമായിട്ടുള്ള സാഹചര്യത്തിലാണ്. അപ്പൊ നമുക്ക് ഒരു കാര്യം വിവരം ശേഖരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പരിപാടി അറേഞ്ച് ചെയ്തിട്ട് അത് നിരീക്ഷിക്കുകയല്ല ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് അവിടെ നടക്കുന്ന ഈ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടാണ് നമ്മൾ നിരീക്ഷിക്കുന്നത്. അപ്പോൾ അത് എവിടെയാണ് അത് ലഭ്യമാവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് അത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് വരുന്നത്. ഇനി ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻസ് ആണ്. അപ്പോൾ നിരീക്ഷണ മാർഗത്തിൽ തന്നെ പല രീതിയിൽ നമുക്ക് നിരീക്ഷണങ്ങൾ വരുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ആദ്യത്തേത് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പങ്കെടുക്കുക എന്നുള്ള അർത്ഥമാണ്. ഗവേഷകരുടെ പങ്കാളിത്തത്തോടു കൂടി നടത്തപ്പെടുന്ന ഈ നിരീക്ഷണങ്ങളെയാണ് നമ്മൾ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. സാമൂഹ്യ വിഭാഗങ്ങളുടെ കൂടെ താമസിച്ചോ സാമൂഹ്യ സന്ദർഭങ്ങളിൽ പങ്കെടുത്തോ വിവരം ശേഖരിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു പ്രദേശത്തെ ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് താമസിച്ചുകൊണ്ട് അവർക്കിടയിൽ ഇതുപോലെ നിരീക്ഷിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഒരു നേരത്തെ പറഞ്ഞതുപോലെ ചടങ്ങുകളുടെയോ ആചാരങ്ങളുടെയോ കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് പങ്കെടുത്തുകൊണ്ട് നമ്മൾ അത് നിരീക്ഷിക്കുക എന്നുള്ള രീതിയാണ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷനിൽ വരുന്നത്. ഗവേഷണ വിഷയത്തെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് അറിവുണ്ടാകില്ല. ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നമ്മളവിടെ ഗവേഷണത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് പോയതെന്നുള്ള കാര്യം പറയുമെങ്കിലും നമ്മൾ അതിൽ ഏത് രീതിയിലുള്ള ചോദ്യമാണ് നമ്മളവിടെ ഗവേഷണത്തിന് വിധേയമാക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് അറിവുണ്ടാവില്ല. അതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മൾ ഒരാളോട് നമ്മൾ അവരെ നിരീക്ഷിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവരുടെ പെരുമാറ്റത്തിൽ അവർ മാറ്റങ്ങൾ വരുത്തും. കാരണം നിരീക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് അറിയുന്ന ഒരു വ്യക്തി ഒരിക്കലും സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ അവരുടെ പെരുമാറ്റങ്ങൾ നടത്തില്ല. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഈ നിരീക്ഷണം നടത്തുന്നതിലൂടെ അത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. അവരുടെ സ്വാഭാവികമായിട്ടുള്ള പെരുമാറ്റ രീതികൾ നമ്മൾ കൂടി അതിനകത്ത് പങ്കെടുക്കുകയാണ് എന്നുള്ള ഒരു സിസ്റ്റത്തിലൂടെ നിരീക്ഷിക്കാൻ വേണ്ടി സാധിക്കും. സ്വാഭാവികമായ സാഹചര്യങ്ങളിൽ നിന്ന് വിവരം ശേഖരിക്കാൻ കഴിയും. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. വിശദവും ആഴത്തിലുള്ളതുമായ വിവരം ലഭിക്കുന്നു. അപ്പോൾ നമ്മൾ അവിടെ പങ്കെടുത്തുകൊണ്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഉള്ള ഒരു വിവരങ്ങൾ ശേഖരണം നമുക്ക് അവിടെ സാധ്യമാവും. വൈകാരികമായി രൂപപ്പെടാവുന്ന അടുപ്പം ഗവേഷണത്തെ ബാധിച്ചേക്കാം. ഇതിന്റെ ഒരു ഡീമെരിറ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഇതുപോലെ അവിടെ താമസിക്കുകയും അവരുമായിട്ട് കൂടുതൽ ഇടപഴകുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് അവരുമായിട്ട് വൈകാരികമായിട്ടുള്ള അടുപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഒരുപക്ഷെ നമ്മുടെ ഗവേഷണത്തിനകത്ത് അവരെക്കുറിച്ച് നല്ലത് എഴുതണം എന്നുള്ള ചിന്തയൊക്കെ ചിലപ്പോൾ നമ്മളിലേക്ക് കടന്നു വരും. അല്ലെങ്കിൽ ആ രീതിയിൽ ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ ആ വിഷയത്തെ സമീപിക്കുന്നതിൽ ഒരുപക്ഷെ തടസ്സങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഡീമെറിറ്റ് ആയിട്ട് പറയപ്പെടുന്നത്. പിന്നെ നിരീക്ഷണവും വിവരങ്ങൾ കുറിച്ച് വയ്ക്കുന്നതും വ്യത്യസ്ത സമയങ്ങളിലാവുന്നത് കൃത്യതയെ ബാധിക്കാം. അപ്പോൾ നമ്മൾ ആളുകളുടെ ഇടയിൽ പോയി താമസിച്ചിട്ട് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ നമ്മളൊരു നോട്ട് ബുക്കും പേനയും കൈ പിടിച്ചിട്ട് അവരുടെ ഇടയിൽ ജീവിച്ചിട്ട് അവരെ നോക്കിയിട്ട് എഴുതിയെടുക്കുക എന്ന് പറയുന്നത് വളരെ അരോചകമായിട്ടൊരു പ്രവൃത്തിയാകും. അതുകൊണ്ട് ആ രീതിയിലല്ല ഗവേഷകർ ചെയ്യുന്നത്. അവർ നിരീക്ഷിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തു വെക്കുകയും പിന്നീട് ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് അത് കുറിച്ച് വെക്കുകയും ചെയ്യുക എന്നുള്ളതാണ് രീതി. അപ്പോൾ ഇത് രണ്ട് സമയങ്ങളിൽ നടക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് ചിലപ്പോൾ ഈ നിരീക്ഷിച്ച കാര്യങ്ങൾ വിട്ടുപോവുകയോ അല്ലെങ്കിൽ കൃത്യതക്കുറവ് ഉണ്ടാവുകയോ ഒക്കെ ചെയ്യും എന്നുള്ളതും ഈ ഒരു രീതിയുടെ ഒരു ഡീമെറിറ്റ് ആയിട്ട് പറയുന്നുണ്ട്. അടുത്തത് നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. നമ്മൾ നേരത്തെ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ആണ് പറഞ്ഞത്, ഗവേഷകർ പങ്കെടുക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിന്റെ ഓപ്പോസിറ്റ് ആണ് നോൺ പാർട്ടിസിപ്പന്റിൽ വരുന്നത്. ഗവേഷകർ നിരീക്ഷിക്കപ്പെടുന്ന കാര്യത്തിൽ പങ്കെടുക്കുന്നില്ല. നമ്മൾ പറഞ്ഞു, ഒരു സമുദായത്തിന്റെയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെയോ കാര്യങ്ങളാണ് നമ്മൾ നിരീക്ഷിക്കുന്നത്, ഒരു കമ്മ്യൂണിറ്റിയുടെ വിഷയങ്ങളാണ് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പുറമെ നിന്നുകൊണ്ടാണ് നിരീക്ഷിക്കുന്നത്. നമ്മൾ അവരുമായിട്ട് ആ രീതിയിലൊരു ഇടപെടൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഈ രീതിയുടെ ഒരു സവിശേഷത. വൈകാരികമായി അകന്നു നിൽക്കാൻ സാധിക്കുന്നു. നമ്മൾ നേരത്തെ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷന്റെ ഒരു പോരായ്മയായിട്ട് പറഞ്ഞത്, നമ്മൾ അവരുമായിട്ട് അടുക്കുന്നതിലൂടെ, അടുപ്പമുണ്ടാക്കുന്നതിലൂടെ നമ്മുടെ
ഈ ഗവേഷണത്തിനെ അത് സ്വാധീനിക്കാം എന്നുള്ള കാര്യം പറയുകയുണ്ടായി. ഈ നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ആകുമ്പോൾ അത്തരത്തിലൊരു വിഷയം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്. പക്ഷപാതിത്വമില്ലാത്ത വിവരശേഖരണത്തിന് സഹായിക്കുന്നു. ആ രീതിയിൽ നമ്മൾ പൂർണ്ണമായിട്ടും ഒബ്ജക്റ്റീവായിട്ട് അവരുമായിട്ട് ഇടപഴകാതെയുള്ള ഒരു നിരീക്ഷണമാണ് നടത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പക്ഷപാതിത്വമില്ലാത്ത വിവരശേഖരണം നടത്താൻ കഴിയുന്നുള്ളതാണ് നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷന്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് പറയുന്നത്. ഇനി വരുന്നത് ഡയറക്റ്റ് ഒബ്സർവേഷൻ ആണ്. നമുക്കറിയാം, നേരിട്ട് നിരീക്ഷിക്കുന്നതിനെയാണ് നമ്മൾ ഡയറക്റ്റ് എന്ന് പറയുന്നത്. ഗവേഷകർ നേരിട്ടൊരു വിഷയം നിരീക്ഷിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ഒക്കെ അതിനകത്ത് വരുന്നതാണ്. കാരണം അതിനകത്ത് പങ്കെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവിടെ നേരിട്ടിട്ടാണ് നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുന്നത്. അത്തരത്തിൽ ഗവേഷകർ നേരിട്ട് ഒരു വിഷയം നിരീക്ഷിക്കുന്നതിനെയാണ് ഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. സൂക്ഷ്മവും കൃത്യതയുള്ളതുമായ വിവരങ്ങൾ ലഭിക്കുന്നു. നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ നമുക്കറിയാം അതിന്റെ കൃത്യതയിൽ നമുക്ക് സംശയം ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്ക് സൂക്ഷ്മമായിട്ട് ആ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അതിന്റെ ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്. എന്നാൽ ഒരേ സമയം ഒന്നിലേറെ കാര്യങ്ങൾ നിരീക്ഷിക്കാൻ കഴിയില്ല. ഇതിന്റെ ഒരു പോരായ്മയായിട്ട് വരുന്നത്, നമ്മൾ നേരിട്ട് പോയിട്ട് നിരീക്ഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്കറിയാം ഒരു സമൂഹത്തിനകത്ത് അല്ലെങ്കിൽ ഒരു സമുദായത്തിനകത്ത് ആളുകൾ ജീവിക്കുമ്പോൾ പല കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരിക്കും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ ചടങ്ങുകളെ കുറിച്ചിട്ടോ അങ്ങനെയുള്ള റിസർച്ച് ആണെന്നുണ്ടെങ്കിലും അവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ നിരീക്ഷിക്കുന്ന ആൾക്ക് എല്ലാ കാര്യങ്ങളും ഒരേ സമയത്ത് നിരീക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പോരായ്മയായിട്ട് പറയുന്നത്. അടുത്തത് ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ. നേരത്തെ പറഞ്ഞ ഡയറക്റ്റ് ഒബ്സർവേഷന്റെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ ഗവേഷകരുടെ സാന്നിധ്യം ഇല്ലാതെയാണ് ഈ നിരീക്ഷണം നടത്തുന്നത്. ഗവേഷകരുടെ സാന്നിധ്യം ഇല്ല എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ക്യാമറ, അതുപോലെ തന്നെ വീഡിയോ റെക്കോർഡിങ്, അത്തരത്തിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് അത് പിന്നീട് നിരീക്ഷിക്കുക എന്നുള്ള രീതിയാണ് ഇൻഡയറക്റ്റ് ഒബ്സർവേഷനകത്ത് വരുന്നത്. ഇതിന്റെ പ്രധാനമായിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കും. നമ്മളൊരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പലതവണ കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ നേരിട്ടിട്ട് നിരീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പല കാര്യങ്ങളും നമുക്ക് ഒരേ സമയം ശ്രദ്ധിക്കാൻ പറ്റില്ല, അതിന് വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടാവും. ഈ രീതിയിൽ ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുക ആണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഓരോ തവണയും വ്യത്യസ്ത കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് പലതവണ കാണാൻ സാധിക്കും എന്നുള്ളതിലൂടെയൊക്കെ കൂടുതൽ വ്യക്തമായിട്ടും കൃത്യമായിട്ടുള്ള ഒരു വിവരം നമുക്ക് അതിൽ നിന്ന് ശേഖരിക്കാൻ വേണ്ടി സാധിക്കും. അടുത്തത് കൺട്രോൾഡ് ഒബ്സർവേഷനും അൺകൺട്രോൾഡ് ഒബ്സർവേഷനുമാണ്. കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഏറെക്കുറെ ഒരു എക്സ്പെരിമെന്റ് ആയിട്ടാണ് നമുക്ക് വരുന്നത്. വേരിയബിൾസ് മാറ്റം വരുത്തി പരീക്ഷണ അടിസ്ഥാനത്തിൽ നടത്തുന്ന നിരീക്ഷണങ്ങളാണ് കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ സോഷ്യൽ എക്സ്പെരിമെന്റ് എന്നുള്ള രീതിയിൽ വീഡിയോകൾ. അവിടെ നമ്മൾ വരുന്നത് ഒരു സാഹചര്യം നമ്മൾ തന്നെ സൃഷ്ടിച്ചെടുത്തിട്ട് ആ ഒരു സാഹചര്യത്തിൽ ആളുകൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ള കാര്യം നിരീക്ഷിക്കുകയാണ് ഈ കൺട്രോൾഡ് ഒബ്സർവേഷനിൽ നടക്കുന്നത്. അതിപ്പോൾ ഒരുപക്ഷെ ഒരാള് സഹായം അഭ്യർത്ഥിക്കുകയാണെങ്കിൽ ആളുകൾ എങ്ങനെയായിരിക്കും ആളോട് പ്രതികരിക്കുന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ഉണ്ടാവുന്ന സമയത്ത് ആളുകൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് എന്നുള്ള രീതി നോക്കുന്നതായിരിക്കാം. നമുക്കറിയാം ആക്സിഡന്റ് നമ്മൾ ഉണ്ടാക്കുക എന്നല്ല, ആക്സിഡന്റിന് സമാനമായിട്ട് അങ്ങനെ ആളുകൾ എന്താ പറയുക പ്രാങ്ക് ചെയ്യുക എന്നൊക്കെ പറയുന്ന പോലെ തോന്നിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ട് അങ്ങനെയുള്ള രീതിയിൽ സോഷ്യൽ എക്സ്പെരിമെന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഈ വേരിയബിൾസ് കൺട്രോൾ ചെയ്തിട്ട് ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ നടത്തുന്ന നിരീക്ഷണങ്ങളെയാണ് നമ്മൾ ഈ കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. കാര്യകാരണ ബന്ധങ്ങളെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഓരോ സാഹചര്യത്തിലും ആളുകൾ എന്തുകൊണ്ട് ആ രീതിയിൽ പെരുമാറുന്നു തുടങ്ങിയതായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള വിശദാംശങ്ങളൊക്കെ അതിൽ നിന്ന് നമുക്ക് നേടാൻ സാധിക്കും. ഇനി അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. അതായത് നമ്മൾ അതിനകത്ത് ഇടപെടാതെ സ്വാഭാവികമായിട്ടുള്ള സാഹചര്യങ്ങൾ നിരീക്ഷിക്കുക എന്നുള്ളതാണ് അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഒബ്സർവേഷൻ മെത്തേഡിന്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പാർട്ടിസിപ്പേറ്റിംഗ്, നോൺ പാർട്ടിസിപ്പേറ്റിംഗ്, അതുപോലെ ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, കൺട്രോൾഡ്, അൺകൺട്രോൾഡ് എന്നുള്ള രീതിയിലുള്ള ഒബ്സർവേഷൻ മെത്തേഡുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അവയ്ക്ക് പൊതുവിലുള്ള അഡ്വാൻറ്റേജസിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. കൃത്യതയുള്ള വിവരങ്ങൾ നേരിട്ട് ലഭിക്കുന്നു. നമുക്കറിയാം നമ്മൾ നേരിട്ട് കണ്ടെത്തുന്ന, നമ്മൾ നോക്കി മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ കൃത്യതയുള്ള വിവരങ്ങൾ അതിൽ നിന്ന് ലഭിക്കുന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. വിവരങ്ങൾ നൽകുന്നവർക്കുള്ള പരിമിതികൾ ബാധിക്കുന്നില്ല. വിവരങ്ങൾ നൽകുന്നവരെ കുറിച്ചിട്ടുള്ള പരിമിതികളെ കുറിച്ച് നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. അതായത് അവരുടെ ഒരു വിദ്യാഭ്യാസ നിലവാരവും പ്രായവും മറ്റ് കാര്യങ്ങളും ഒക്കെ ഇതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ സോഷ്യോളജി സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ ഇതുപോലെ ഡോക്ടറേറ്റ് ഒക്കെ എടുക്കുന്ന വേറൊരു സ്റ്റുഡന്റ് വന്നിട്ട് നമ്മുടെ സോഷ്യൽ റിസർച്ചിന്റെ ഭാഗമായിട്ട് ഒരു സർവേ നടത്തുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
നമ്മൾ ആ സർവേയോട് സഹകരിക്കാനും അവർക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കാനുമാണ് സാധ്യത കൂടുതലുള്ളത്. എന്നാൽ ഇതിനെ കുറിച്ചിട്ട് അറിയാത്ത, അത്ര വിദ്യാഭ്യാസമില്ലാത്ത ഒരു പക്ഷെ കുറച്ച് പ്രായമൊക്കെ ആയിട്ട് ഒരാളുടെ അടുത്ത് പോയിട്ടാണ് നമ്മൾ ഈ ഒരു സർവേ എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഒരു പക്ഷേ ആ രീതിയിൽ പ്രതികരിക്കുന്നില്ല. എന്തിനാണ് ഇപ്പൊ എന്റെ കാര്യങ്ങൾ അറിയുന്നത്? അല്ലെങ്കിൽ ചിലപ്പോ നമുക്കറിയാലോ, നമ്മളൊരാളോട് നിരീക്ഷിക്കപ്പെടുന്ന സമയത്ത് തന്നെ അവരുടെ പെരുമാറ്റത്തിൽ അവർ മാറ്റം വരുത്തും. ഒരുപക്ഷെ അവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള മറുപടികൾ നമുക്ക് തരും. അപ്പൊ കൃത്യമായിട്ടുള്ള വിവരം നമുക്ക് ലഭിക്കണം എന്നില്ല. അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. അങ്ങനെ ഈ വിവരങ്ങൾ നൽകുന്നവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിമിതികൾ ബാധിക്കില്ല എന്നുള്ളതാണ് ഒബ്സർവേഷന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് വരുന്നത്. സ്വാഭാവികമായ സാഹചര്യങ്ങൾ കൃത്യമായ വിവരങ്ങൾ നൽകുന്നു. അതുകൂടാതെ തന്നെ നമ്മൾ ഇപ്പോൾ ആളുകളുടെ അടുത്ത് പോയിട്ട് ഒരു ആക്സിഡന്റ് ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ എല്ലാവരും പറയുന്നത് ഞാൻ ആളെ രക്ഷിക്കും എന്നൊക്കെ ആയിരിക്കും പറയുക. എന്നാൽ ഒരു ആക്സിഡന്റിന്റെ സന്ദർഭം നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ നേരത്തെ കൺട്രോൾഡ് ഈ ഒബ്സർവേഷനെ കുറിച്ച് പറഞ്ഞല്ലോ, അങ്ങനെ നമ്മൾ ആ ഒരു സന്ദർഭം അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ആളുകൾ പറയുന്ന പോലെ ആയിരിക്കില്ല. അപ്പോഴായിരിക്കും നമുക്ക് അവിടെ സ്വാഭാവികമായിട്ടുള്ള യഥാർത്ഥത്തിലുള്ള പെരുമാറ്റം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. ഈ രീതിയിൽ ഇതിപ്പോ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, പല വിഷയങ്ങൾ നമുക്ക് ഗവേഷണം നടത്താൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൽ ഏത് വിഷയമാണ് എന്നുണ്ടെങ്കിലും ആ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പെരുമാറ്റ രീതി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഡയറക്റ്റ് മെത്തേഡിലൂടെ സാധിക്കും. ഇനി ഇതിൽ ലാസ്റ്റ് പറയുന്നത് ഒബ്സർവേഷൻ മെത്തേഡിന്റെ ലിമിറ്റേഷൻസിനെ കുറിച്ചിട്ടാണ്. ഒന്ന്, ചരിത്രപരമായ ഗവേഷണങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കില്ല. നമുക്കറിയാം, നിലവിലുള്ള ഒരു സാഹചര്യത്തെ കുറിച്ചിട്ട് നമുക്ക് നിരീക്ഷിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ചരിത്രപരമായിട്ടുള്ള ഒരു വസ്തുത, ഉദാഹരണത്തിന് ഒരു പ്രദേശത്ത് 10 വർഷം കൊണ്ട് ഉണ്ടായിട്ടുള്ള മാറ്റം എന്താണ് എന്നുള്ള ഒരു ഗവേഷണം നമ്മൾ നടത്താമെന്ന് വിചാരിക്കുക. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ 10 വർഷം കൊണ്ട് ഈ ഒരു പ്രദേശത്ത് ഉണ്ടായിട്ടുള്ള മാറ്റം നമ്മൾ ഗവേഷണം നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് അവിടെ നിരീക്ഷണം ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം അവിടെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി അവിടെ കടന്നു വരുന്നുണ്ട്. ഇനി ലഭ്യമാകുന്ന സാമ്പിൾ പൊതുചിത്രം ആകണമെന്നില്ല. നിരീക്ഷണം നമ്മൾ പറഞ്ഞു, അത് ചെറിയൊരു സാമ്പിൾ ആണ് നമുക്ക് അവിടെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ. നമുക്ക് ലോകത്ത് എല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങൾ ഓടി നടന്നുകൊണ്ട് കാണാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഒരു കമ്മ്യൂണിറ്റി, ഒരു ഗ്രാമം, അല്ലെങ്കിൽ ഒരു ഗോത്ര വിഭാഗം, അല്ലെങ്കിൽ ഒരു വേറൊരു പ്രദേശം, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലെ ആളുകൾ, ഒരു കോളേജിൽ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഒരു ആശുപത്രിയിൽ, അങ്ങനെ ഒരു സാമ്പിൾ എടുത്തുകൊണ്ടായിരിക്കും നമ്മൾ അവിടെ നിരീക്ഷണം നടത്തുന്നുണ്ടായിരിക്കുക. അത് എല്ലാ വിഭാഗത്തിൻ്റെയും ഒരു പൊതുചിത്രം ആകണമെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. പ്രായോഗികമായിട്ടുള്ള പ്രയാസങ്ങൾ നമുക്കറിയാം. അത് ചെലവ് കൂടുന്നതാണ്, സമയമെടുക്കുന്നതാണെന്നുള്ളതാണ് ഒരു വിഷയം വരുന്നത്. പിന്നെ അത് ആവശ്യ സമയത്ത് സാധിക്കണം എന്നില്ല. അതായത് നമുക്കറിയാം, ഇത്തരം സന്ദർഭങ്ങൾ വരുന്ന സമയത്താണ് നമുക്ക് നിരീക്ഷിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. നമ്മൾ ആ ഗവേഷണം നടത്തുന്ന സമയത്ത് നമുക്കത് ലഭ്യമായിക്കൊള്ളണമെന്നില്ല. തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ് ഇതിന്റെ ലിമിറ്റേഷൻസ് ആയിട്ട് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇനി ഇന്റർവ്യൂ തുടങ്ങിയതായിട്ടുള്ള മറ്റ് മെത്തേഡുകളെ കുറിച്ചിട്ടുള്ള വീഡിയോസ് നമ്മൾ ഈ ചാനലിൽ ഉടൻ തന്നെ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.